ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന തിരുവചന ഭാഗം പ്രഭാഷക ഗ്രന്ഥം 42 അധ്യായമാണ്. 42 അധ്യായത്തിൽ ആകെ 25 വാക്യങ്ങളാണ് ഉള്ളത്. തുടക്കത്തിലെ ഭാഗം 41 അധ്യായത്തിൻ്റെ ശീർഷകമായ ലജ്ജാശീലത്തിന് ബാക്കിയായി വരുന്നു. അതിനെ തുടർന്ന് 2 ശീർഷകങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ ശീർഷകം മകളെക്കുറിച്ച് ആകുലത, രണ്ടാമത്തെ ശീർഷകം പ്രപഞ്ചത്തിൽ ദൈവമഹത്വം. അങ്ങനെ 3 ഭാഗങ്ങളാണ് ഈ അധ്യായത്തിൽ ആകെ ഉള്ളത്. നമുക്ക് 42:1 വായിക്കാം. താഴെ പറയുന്ന കാര്യങ്ങളിൽ നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയോ അരുത്. അപ്പോൾ താഴെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതേക്കുറിച്ച് എന്തൊക്കെ ചെയ്യരുതെന്നാണ് പറയുന്നത്? ലജ്ജിക്കരുത്, അതുപോലെ തന്നെ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യരുത്. മറ്റുള്ളവരെ ഭയന്ന് എന്ത് ചെയ്യരുത്? പാപം ചെയ്യരുത്. അതുപോലെ തന്നെ താഴെ പറയുന്ന എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ ലജ്ജിക്കരുത് എന്ന് പ്രഭാഷക ഗ്രന്ഥകാരൻ പറയുകയാണ്. 42:1 താഴെ പറയുന്ന കാര്യങ്ങളിൽ നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയോ അരുത്. 42:2 അത്യുന്നതൻ്റെ നിയമം, അവിടുത്തെ ഉടമ്പടി, അപരാധനെ കുറ്റം വിധിക്കുക. 42:3 പങ്കാളി സഹയാത്രികരുമായി കണക്ക് തീർക്കുക, സ്നേഹിതരുടെ പിതൃസ്വത്ത് വിഭജിക്കുക. 42:4 കൂടുതലോ കുറവോ വരാതെ അളവിലും തൂക്കത്തിൽ സൂക്ഷ്മത കാണിക്കുക. 42:5 കച്ചവടത്തിൽ ലാഭം നേടുക, കുട്ടികൾക്ക് നല്ല ശിക്ഷണം നൽകുക, ദുഷ്ടനായ ദാസന് തക്ക ശിക്ഷ കൊടുക്കുക. ഇവയൊന്നിനും നീ ലജ്ജിക്കേണ്ട. അപ്പം എന്തിനൊക്കെയാണ് ലജ്ജിക്കേണ്ടാത്തത് എന്നാണ് 2, 3, 4, 5 വാക്യങ്ങളിൽ പറയുന്നത്. എന്നതൊക്കെയാണ്? അപരാധനെ കുറ്റം വിധിക്കുന്നത് ലജ്ജിക്കേണ്ട. പിന്നെ പങ്കാളിയ സഹയാത്രികരുമായി കണക്ക് തീർക്കുന്നത് ലജ്ജിക്കേണ്ട. സ്നേഹിതരുടെ പിതൃസ്വത്ത് വിഭജിക്കുന്നത് ലജ്ജിക്കേണ്ട. കൂടുതലോ കുറവോ വരാതെ അളവത്തിനും തൂക്കത്തിൽ സൂക്ഷ്മത കാണിക്കുന്നത് ലജ്ജിക്കേണ്ട. കച്ചവടത്തിൽ ലാഭം നേടുന്നത് ലജ്ജിക്കേണ്ട. കുട്ടികൾക്ക് നല്ല ശിക്ഷണം കൊടുക്കുന്നത് ലജ്ജിക്കേണ്ട. ദുഷ്ടനായ ദാസന് തക്ക ശിക്ഷ കൊടുക്കുന്നത് ലജ്ജിക്കേണ്ട. ഇത്രയും കാര്യങ്ങൾ ലജ്ജിക്കേണ്ട. അപ്പോൾ എത്ര കാര്യങ്ങളാണ്? താഴെ പറയുന്ന കാര്യം നീ ലജ്ജിക്കരുതെന്ന് നമ്മൾ 42:1 പറയുന്നു. അത് ആദ്യം തന്നെ പറഞ്ഞു മറ്റുള്ളവരുടെ ഭയം നമ്മൾ പാപം ചെയ്യരുതെന്ന് പറഞ്ഞു. അതുപോലെ അത്യുന്നതൻ്റെ നിയമം അല്ലെങ്കിൽ അവിടുത്തെ ഉടമ്പടി അത് നമ്മൾ പാലിക്കണം. മൂന്നാമത് അപരാധനെ കുറ്റം വിധിക്കരുത്. 4-മതായിട്ട് പങ്കാളി സഹയാത്രിയുമായി കണക്ക് തീർക്കണം. 5-മതായി സ്നേഹിതരുടെ പിതൃസ്വത്ത് വിഭജിക്കണം. 6-മതായി കൂടുതലോ കുറവോ വരാതെ അളവിലും തൂക്കത്തിൽ സൂക്ഷ്മത കാണിക്കണം. 7-മതായി കച്ചവടത്തിൽ ലാഭം കാണണം. 8-മതായി കുട്ടികൾക്ക് തക്ക ശിക്ഷണം കൊടുക്കണം. 9-മതായി ദുഷ്ടനായ ദാസന് തക്ക ശിക്ഷ കൊടുക്കണം. ഇവരൊന്നിലും നാം ലജ്ജിക്കേണ്ട എന്നാണ് 42:1 മുതൽ 6 വരെ 5 വരെ വാക്യങ്ങളിൽ പറയുന്നത്. ഇനി 41:6 അവിശ്വസ്തയായ ഭാര്യയെ നിനക്ക് നിർത്തുന്നത് നന്ന്, അനേകർ ഉള്ളിടത്ത് സാധനങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്നതും നന്ന്. ഇപ്പോൾ 2 കാര്യങ്ങൾ നല്ലതാണെന്ന് പറയാം. നന്ന് എന്ന് പറയാം. എന്നതൊക്കെയാണ്? അവിശ്വസ്തയായ ഭാര്യയെ നിനക്ക് നിർത്തുന്നത് നന്ന്, അനേകർ ഉള്ളിടത്ത് സാധനങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്നത് നന്ന്. എന്നതൊക്കെയാണ്? അവിശ്വസ്തയായ ഭാര്യയെ നിനക്ക് നിർത്തുന്നത് നന്ന്, അനേകർ ഉള്ളിടത്ത് സാധനങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്നത് നന്ന്. 42:6 അവിശ്വസ്തയായ ഭാര്യയെ നിനക്ക് നിർത്തുന്നത് നന്ന്, അനേകർ ഉള്ളിടത്ത് സാധനങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്നത് നന്ന്. ഈ 42:7 എല്ലാ ഇടപാടുകളിലും കണക്ക് വയ്ക്കണം, ക്രയവിക്രയങ്ങളിൽ രേഖ സൂക്ഷിക്കണം. അപ്പം എന്നതിനാണ് കണക്ക് വയ്ക്കേണ്ടത്? എല്ലാ ഇടപാടുകളിലും കണക്ക് വയ്ക്കണം. അല്ലെങ്കിൽ എല്ലാ ഇടപാടുകളിലും എന്താണ് വയ്ക്കേണ്ടത്? കണക്ക് വയ്ക്കണം. പിന്നെ എല്ലാ ഇടപാടുകളിലും കണക്ക് വയ്ക്കണം. പിന്നെ ക്രയവിക്രയങ്ങളിൽ രേഖ സൂക്ഷിക്കണം. എന്തിനാണ് രേഖ സൂക്ഷിക്കേണ്ടത്? ക്രയവിക്രയങ്ങളിൽ രേഖ സൂക്ഷിക്കണം. ക്രയവിക്രയങ്ങളിൽ എന്താ സൂക്ഷിക്കേണ്ടത്? രേഖ. ക്രയവിക്രയങ്ങളിൽ രേഖ സൂക്ഷിക്കണം. 42:7 എല്ലാ ഇടപാടുകളിലും കണക്ക് വയ്ക്കണം, ക്രയവിക്രയങ്ങളിൽ രേഖ സൂക്ഷിക്കണം. 42:8 അജ്ഞനെയോ വിഡ്ഢിയെയോ ചെറുപ്പക്കാരുമായി ഷഡ്ഡ കൂടുന്ന വൃദ്ധനെയോ ഉപദേശിക്കുന്നത് ലജ്ജിക്കേണ്ട. അപ്പോൾ നീ അറിവുള്ളവനാണെന്ന് വ്യക്തമാവുകയും എല്ലാവരും നിന്നെ അംഗീകരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ അറിവുള്ളവനാണെന്ന് വ്യക്തമാകുന്നതും എല്ലാവരും നമ്മെ അംഗീകരിക്കുകയും ചെയ്യുന്നത് എപ്പോഴാണ്? അജ്ഞനെയോ വിഡ്ഢിയെയോ ചെറുപ്പക്കാരനുമായി ഷഡ്ഡ കൂടുന്ന വൃദ്ധനെയോ ഉപദേശിക്കുന്നത് നമ്മൾ ലജ്ജിക്കാതിരിക്കുമ്പോഴാണ് നമ്മൾ അറിവുള്ളവനാണെന്ന് വ്യക്തമാവുകയും എല്ലാവരും നമ്മെ അംഗീകരിക്കുകയും ചെയ്യുന്നത്.
ഇനി അജ്ഞനെയോ വിഡ്ഢിയോ ചെറുപ്പക്കാരമോ ഷഡ്ഗുണ വൃത്തിനെയോ ഉപദേശിക്കുന്നത് രചിക്കേണ്ടത്. കാരണം എന്താ? അപ്പോൾ നമുക്ക് എന്താ സംഭവിക്കേണ്ടത്? അപ്പോൾ നീ അറിവുള്ളവനാണെന്ന് വ്യക്തമാവുകയും പിന്നെന്താ, എല്ലാവരും നിന്നെ അംഗീകരിക്കുകയും ചെയ്യും. അപ്പോൾ ആരെയൊക്കെ ഉപദേശിക്കുന്നത് രചിക്കേണ്ടാത്തത്? അജ്ഞനെയോ വിഡ്ഢിയെയോ ചെറുപ്പക്കാരന്മാർ ഷഡ്ഗുണ വൃത്തിനെയോ ഉപദേശിക്കുന്നത് രചിക്കേണ്ട. അജ്ഞനെയോ വിഡ്ഢിയെയോ ചെറുപ്പക്കാരന്മാർ ഷഡ്ഗുണ വൃത്തിനെയോ ഉപദേശിക്കുന്നത് എന്ത് ചെയ്യേണ്ട? ലജ്ജിക്കേണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ നാം ആരാണെന്നാണ് വ്യക്തമാകുന്നത്? അറിവുള്ളവനാണെന്ന് വ്യക്തമാകുന്നു. അതുപോലെ തന്നെ നമ്മെ എല്ലാവരും എന്ത് ചെയ്യുന്നു? അംഗീകരിക്കുന്നു. 42:8 അജ്ഞനെയോ വിഡ്ഢിയെയോ ചെറുപ്പക്കാരനുമായി ഷണ്ഠം കൂടുന്ന വൃദ്ധനെയോ ഉപദേശിക്കുന്നത് ലജ്ജിക്കേണ്ട. അപ്പോൾ നീ അറിവുള്ളവനാണെന്ന് വ്യക്തമാവുകയും എല്ലാവരും നിന്നെ അംഗീകരിക്കുകയും ചെയ്യും. അപ്പോൾ 42-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ഭാഗം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. 1 മുതൽ 8 വരെയുള്ളതാണ് ആദ്യത്തെ ഭാഗം. അത് നമ്മുടെ 41-ാം അധ്യായത്തിൻ്റെ ഹെഡിങ് ലജ്ജാശീലം എന്ന ഹെഡിങ്ങിന് കീഴെ വരുന്നതാണ് 42-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗവും. അപ്പോൾ നമുക്ക് ആ ഭാഗം ഒന്നും കൂടി ഒന്ന് വായിച്ച് ഹൃദിസ്ഥമാക്കാം. 42:1 താഴെ പറയുന്ന കാര്യങ്ങളിൽ നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയോ അരുത്. 42:2 അത്യുന്നതന്റെ നിയമം, അവിടുത്തെ ഉടമ്പടി, അപരാധനെ കുറ്റം വിധിക്കുക. 42:3 പങ്കാളിയും സഹയാത്രികനുമായി കണക്ക് തീർക്കുക. സ്നേഹിതരുടെ പിതൃസ്വത്ത് വിഭജിക്കുക. 42:4 കൂടുതലോ കുറവോ വരാതെ അളവിലും തൂക്കത്തിലും സൂക്ഷ്മത കാണിക്കുക. 42:5 കച്ചവടത്തിൽ ലാഭം നേടുക. കുട്ടികൾക്ക് നല്ല ശിക്ഷണം നൽകുക. ദുഷ്ടനായ ദാസന് തക്ക ശിക്ഷ കൊടുക്കുക. ഇവയൊന്നിലും നീ ലജ്ജിക്കേണ്ട. 42:6 അവിശ്വസ്തയായ ഭാര്യയെ നിലക്ക് നിർത്തുന്നതും നന്ന്. അനേകർ ഉള്ളെടുത്ത് സാധനങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്നതും നന്ന്. 42:7 എല്ലാ ഇടപാടുകളിലും കണക്ക് വയ്ക്കണം. ക്രയവിക്രയങ്ങളിൽ രേഖ സൂക്ഷിക്കണം. 42:8 അജ്ഞനെയോ വിഡ്ഢിയെയോ ചെറുപ്പക്കാരനുമായി ഷണ്ഠ കൂടുന്ന വൃദ്ധനെയോ ഉപദേശിക്കുന്നത് ലജ്ജിക്കേണ്ട. അപ്പോൾ നീ അറിവുള്ളവനാണെന്ന് വ്യക്തമാവുകയും എല്ലാവരും നിന്നെ അംഗീകരിക്കുകയും ചെയ്യും. ഇനി ഇതിൻ്റെ 2-ാം ഭാഗത്തേക്ക് കടക്കുകയാണ്. അത് മകളെക്കുറിച്ച് ആകുലത എന്നാണ് ഹെഡിങ്. ഈ ഹെഡിങ്ങിന് കീഴിൽ 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ് വരുന്നത്. മകളെക്കുറിച്ച് ആകുലത 9 മുതൽ 14 വരെ. 42:9 മകൾ സ്വയം അറിയാതെ തന്നെ പിതാവിനെ ജാഗരൂകതയുള്ളവനാക്കുന്നു. അവളെക്കുറിച്ചുള്ള വിചാരം അവൻ്റെ നിദ്ര അപഹരിച്ചു കളയുന്നു. യൗവനത്തിൽ അവൾ വിവാഹിതയാകുമോ എന്നും വിവാഹത്തിന് ശേഷം അവൾ ഭർത്താവിന് അഹിതിയാകുമോ എന്നും ഓർത്ത് ആകുലനാകുന്നു. അപ്പം ഇതിനകത്ത് എന്തൊക്കെയാണ് പറയുന്നത്? ആദ്യം പറയുകയാണ്, ഒരു മകള് അവൾ സ്വയം അറിയാതെ തന്നെ പിതാവിന് അവളെക്കുറിച്ചുള്ള ജാഗരൂകത ഉളവാക്കുകയാണ്. അപ്പോൾ ആരാണ് സ്വയം അറിയാതെ തന്നെ പിതാവിനെ ജാഗരൂകതയുള്ളവനാക്കുന്നത്? മകള്. അല്ലെങ്കിൽ മകൾ സ്വയം അറിയാതെ തന്നെ പിതാവിനെ എന്തുള്ളവനാക്കുന്നു? ജാഗരൂകതയുള്ളവനാക്കുന്നു. അല്ലെങ്കിൽ മകൾ സ്വയം അറിയാതെ തന്നെ ആരെയാണ് ജാഗരൂകതയുള്ളവനാക്കുന്നത്? പിതാവിനെ. രണ്ടാമത് എന്താ പറയുന്നത്? അവളെക്കുറിച്ചുള്ള വിചാരം അവൻ്റെ നിദ്ര അപഹരിച്ചു കളയുന്നു. അപ്പം ആരെക്കുറിച്ചുള്ള വിചാരമാണ് പിതാവിൻ്റെ നിദ്ര അപഹരിച്ച് കളയുന്നത്? മകളെക്കുറിച്ചുള്ള വിചാരം പിതാവിൻ്റെ ചിന്ത അപഹരിച്ച് കളയുന്നു. ഇനി എന്തൊക്കെയാണ് ചിന്ത എന്നാണ് പറയുന്നത്? ഒന്നാമതായിട്ട് പറയുകയാണ്, യൗവനത്തിൽ അവൾ വിവാഹിതയാകുമോ എന്ന്. യൗവനത്തിൽ അവൾ വിവാഹിതയാകുമോ എന്ന് ചിന്തിക്കുന്നു. പിന്നെ വിവാഹശേഷമാണെങ്കിലോ അവൾ ഭർത്താവിന് അഹിതിയാകുമോ എന്ന് ഓർത്തു ആകുലനാകുന്നു. അപ്പോൾ എന്തിനെക്കുറിച്ചൊക്കെ ആകുലനാകുന്നത് പിതാവ്? യൗവനത്തിൽ അവൾ വിവാഹിതയാകുമോ എന്നും വിവാഹത്തിന് ശേഷം അവൾ ഭർത്താവിന് അഹിതിയാകുമോ എന്നും ഓർത്ത് ആകുലനാകുന്നു. അപ്പോൾ 42:9 മകൾ സ്വയം അറിയാതെ തന്നെ പിതാവിനെ ജാഗരൂകതയുള്ളവനാക്കുന്നു. അവളെക്കുറിച്ചുള്ള വിചാരം അവൻ്റെ നിദ്ര അപഹരിച്ചു കളയുന്നു. യൗവനത്തിൽ അവൾ വിവാഹിതയാകുമോ എന്നും വിവാഹത്തിന് ശേഷം അവൾ ഭർത്താവിന് അഹിതിയാകുമോ എന്നും ഓർത്ത് ആകുലനാകുന്നു. 42:10 കന്യകയായിരിക്കുമ്പോൾ അവൾ കളങ്കിതയും പിതൃഭവനത്തിൽ വെച്ച് ഗർഭിണിയും ആകുമോ എന്ന് ഭയപ്പെടുന്നു. ഭർത്തമതിയെങ്കിൽ അവിശ്വസ്തതയോ വന്ധ്യയോ ആകുമോ എന്നും ശങ്കിക്കുന്നു. അപ്പോൾ വീണ്ടും പിതാവിൻ്റെ ആകുലത എന്തിനെക്കുറിച്ചൊക്കെയുള്ള ഭയമാണ്? ആദ്യം ഒരു ഭയം പറയുകയാണ്. എന്താണ്? കന്യകയായിരിക്കുമ്പോൾ അവൾ കളങ്കരഹിതയാവോ കളങ്കിതയാവോ അല്ലെങ്കിൽ പിതൃഭവനത്തിൽ വെച്ച് ഗർഭിണിയാകുമോ എന്നൊക്കെ പിതാവ് ഭയപ്പെടുകയാണ്. പിന്നെ രണ്ടാമത് ശങ്കിക്കുന്ന എന്താ കാര്യമാണ്? ഭർത്തിമതിയെങ്കിൽ അവിശ്വസ്തയോ വന്ധ്യയോ ആകുമോ എന്ന് ശങ്കിക്കുന്നു. അപ്പോൾ ആദ്യം ഭയപ്പെടുന്നു, പിന്നെ ശങ്കിക്കുന്നു. ഭയപ്പെടുന്ന കാര്യം എന്താ? കന്യകയായിരിക്കുമ്പോൾ അവൾ കളങ്കിതയും പിതൃഭവനത്തിൽ വെച്ച് ഗർഭിണിയാകുമോ എന്ന് ഭയപ്പെടുന്നു. ശങ്കിക്കുന്നതോ ഭർത്തിമതിയെങ്കിൽ അവിശ്വസ്തയോ വന്ധ്യയോ ആകുമോ എന്നും ശങ്കിക്കുന്നു.
അപ്പോൾ 42:10 കന്യകയായിരിക്കുമ്പോൾ അവൾ കളങ്കിതയും പിതൃഭവനത്തിൽ വെച്ച് ഗർഭിണിയുമാകുമോ എന്ന് ഭയപ്പെടുന്നു. ഭർത്തുമതിയെങ്കിൽ അവിശ്വസ്തതയോ വന്ധ്യയോ ആകുമോ എന്നും ശങ്കിക്കുന്നു. 42:11 തുഷാട്ടിക്കാരിയായ പുത്രിയെ കർശനമായി സൂക്ഷിക്കുക, അല്ലെങ്കിൽ അവൾ നിന്നെ ശത്രുക്കളുടെ പരിഹാസപാത്രവും നഗരത്തിൽ സംസാര വിഷയവും ജനമധ്യേ അപമാനിതനും ആക്കും. സമൂഹത്തിന് മുമ്പിൽ നിനക്ക് ലജ്ജിക്കേണ്ടി വരും. അപ്പം ആരെയാണ് കർശനമായി സൂക്ഷിക്കാൻ പ്രഭാഷകരെന്താ പറയുന്നത്? ദുശാട്ടിക്കാരിയായ പുത്രിയെ കർശനമായി സൂക്ഷിക്കാൻ പറയുകയാണ്. ദുശാട്ടിക്കാരിയായ പുത്രിയെ കർശനമായി സൂക്ഷിക്കുന്നതിൻ്റെ കാരണം എന്താണ്? അവളെ കർശനമായി സൂക്ഷിച്ചില്ലെങ്കിൽ അവൾ നിന്നെ ശത്രുക്കളുടെ പരിഹാസപാത്രവും നഗരത്തിൽ സംസാര വിഷയവും ജനമധ്യേ അപമാനിതനുമാക്കും. എന്നതൊക്കെയാണ് പറയുന്നത്. ആദ്യമേ ശത്രുക്കളുടെ പരിഹാസപാത്രമാക്കും, നഗരത്തിൽ സംസാര വിഷയമാക്കും, ജനമധ്യേ അപമാനിതനാക്കും. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, സമൂഹത്തിന് മുമ്പിൽ നിനക്ക് ലജ്ജിക്കേണ്ടി വരും. അതുകൊണ്ട് ദുശാട്ടിക്കാരിയായ പുത്രിയെ കർശനമായി സൂക്ഷിക്കണമെന്ന് പ്രഭാഷകരെന്ന് പറയുകയാണ്. 42:11 ദുശാട്ടിക്കാരിയായ പുത്രിയെ കർശനമായി സൂക്ഷിക്കുക, അല്ലെങ്കിൽ അവൾ നിന്നെ ശത്രുക്കളുടെ പരിഹാസപാത്രവും നഗരത്തിൽ സംസാര വിഷയവും ജനമധ്യേ അപമാനിതനും ആക്കും. സമൂഹത്തിന് മുമ്പിൽ നിനക്ക് ലജ്ജിക്കേണ്ടി വരും. 42:12 ആരുടെയും ആകാരഭംഗി നോക്കിയിരിക്കരുത്, സ്ത്രീകളുടെ ഇടയിൽ ഇരിക്കുകയും അരുത്. അപ്പം ആരുടെ ആകാരഭംഗി നോക്കിയിരിക്കുന്നവൻ ആരുടെയും ആകാരഭംഗി നോക്കിയിരിക്കുമെന്ന് പറയുകയാണ്. പിന്നെ ആരുടെ ഇടയിലാണ് ഇരിക്കരുതാത്തത്? സ്ത്രീകളുടെ, അല്ലെങ്കിൽ സ്ത്രീകളുടെ ഇടയിൽ എന്ത് ചെയ്യരുത്? ഇരിക്കുകയും അരുത്. 42:12 ആരുടെയും ആകാരഭംഗി നോക്കിയിരിക്കരുത്, സ്ത്രീകളുടെ ഇടയിൽ ഇരിക്കുകയും അരുത്. 42:13 വസ്ത്രത്തിൽ നിന്ന് കീടങ്ങൾ എന്ന പോലെ സ്ത്രീയിൽ നിന്ന് ദുഷ്ടത വരുന്നു. അപ്പം വസ്ത്രത്തിൽ നിന്ന് എന്ത് എന്ന പോലെ സ്ത്രീ ദുഷ്ടത വരുന്നത്? കീടങ്ങൾ എന്ന പോലെ. വസ്ത്രത്തിൽ നിന്ന് കീടങ്ങൾ എന്ന പോലെ സ്ത്രീയിൽ നിന്ന് ദുഷ്ടത വരുന്നു. എന്തിൽ നിന്ന് കീടങ്ങൾ എന്ന പോലെയാണ് സ്ത്രീയിൽ നിന്ന് ദുഷ്ടത വരുന്നത്? വസ്ത്രത്തിൽ നിന്ന്. വസ്ത്രത്തിൽ നിന്ന് കീടങ്ങൾ എന്ന പോലെ സ്ത്രീയിൽ നിന്ന് ദുഷ്ടത വരുന്നു. വസ്ത്രത്തിൽ നിന്ന് കീടങ്ങൾ എന്ന പോലെ ആരിൽ നിന്നാണ് ദുഷ്ടത വരുന്നത്? സ്ത്രീയിൽ നിന്ന്. വസ്ത്രത്തിൽ നിന്ന് കീടങ്ങൾ എന്ന പോലെ സ്ത്രീയിൽ നിന്ന് ദുഷ്ടത വരുന്നു. വസ്ത്രത്തിൽ നിന്ന് കീടങ്ങൾ എന്ന പോലെ സ്ത്രീയിൽ നിന്ന് എന്താണ് വരുന്നത്? ദുഷ്ടത. വസ്ത്രത്തിൽ നിന്ന് കീടങ്ങൾ എന്ന പോലെ സ്ത്രീയിൽ നിന്ന് ദുഷ്ടത വരുന്നു. 42:13 വസ്ത്രത്തിൽ നിന്ന് കീടങ്ങൾ എന്ന പോലെ സ്ത്രീയിൽ നിന്ന് ദുഷ്ടത വരുന്നു. 42:14 സ്ത്രീയുടെ നന്മയേക്കാൾ ഭേദമാണ് പുരുഷൻ്റെ ദുഷ്ടത. സ്ത്രീയാണ് ലജ്ജവും അപമാനവും വരുത്തുന്നത്. അപ്പോൾ സ്ത്രീയുടെ എന്തിനേക്കാൾ ഭേദമാണ് പുരുഷൻ്റെ ദുഷ്ടത? സ്ത്രീയുടെ നന്മയേക്കാൾ ഭേദമാണ് പുരുഷൻ്റെ ദുഷ്ടത. സ്ത്രീയുടെ നന്മയേക്കാൾ ഭേദമാണ് പുരുഷൻ്റെ ദുഷ്ടത. ആരുടെ നന്മയേക്കാൾ ഭേദമാണ് പുരുഷൻ്റെ ദുഷ്ടത? സ്ത്രീയുടെ നന്മയേക്കാൾ ഭേദമാണ് പുരുഷൻ്റെ ദുഷ്ടത. സ്ത്രീയുടെ നന്മയേക്കാൾ ഭേദമാണ് പുരുഷൻ്റെ ദുഷ്ടത. സ്ത്രീയുടെ നന്മയേക്കാൾ ഭേദം ആരുടെ ദുഷ്ടതയാണ്? പുരുഷൻ്റെ ദുഷ്ടത. സ്ത്രീയുടെ നന്മയേക്കാൾ ഭേദമാണ് പുരുഷൻ്റെ ദുഷ്ടത. സ്ത്രീയുടെ നന്മയേക്കാൾ ഭേദമായത് പുരുഷൻ്റെ എന്താണ്? ദുഷ്ടത. സ്ത്രീയുടെ നന്മയേക്കാൾ ഭേദമാണ് പുരുഷൻ്റെ ദുഷ്ടത. സ്ത്രീയുടെ നന്മയേക്കാൾ ഭേദമാണ് ദുഷ്ടൻ്റെ ദുഷ്ടത. ഇനി ആരാണ് ലജ്ജയും അപമാനവും വരുത്തുന്നത്? സ്ത്രീയാണ് ലജ്ജയും അപമാനവും വരുത്തുന്നത്. സ്ത്രീ എന്തൊക്കെയാണ് വരുത്തുന്നത്? ലജ്ജയും അപമാനവുമാണ് സ്ത്രീ വരുത്തുന്നത്. സ്ത്രീയാണ് ലജ്ജയും അപമാനവും വരുത്തുന്നത്. 42:14 സ്ത്രീയുടെ നന്മയേക്കാൾ ഭേദമാണ് പുരുഷൻ്റെ ദുഷ്ടത. സ്ത്രീയാണ് ലജ്ജയും അപമാനവും വരുത്തുന്നത്. ഇത്രയുമാണ് 42-ാം അധ്യായത്തിൻ്റെ 2-ാം ഭാഗത്തെ മകളെക്കുറിച്ചുള്ള ആകുലത എന്ന ശീർഷകത്തിൽ താഴെ വരുന്നത്. അത് 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. ഇത്രയും ഭാഗം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് വായിച്ച് ഹൃദിസ്ഥമാക്കാം. 42:9 മകൾ സ്വയം അറിയാതെ തന്നെ പിതാവിനെ ജാഗരൂകത ഉള്ളവനാക്കുന്നു. അവളെക്കുറിച്ചുള്ള വിചാരം അവൻ്റെ നിദ്ര അപഹരിച്ചു കളയുന്നു. യൗവനത്തിൽ അവൾ വിവാഹിതയാകുമോ എന്നും വിവാഹത്തിന് ശേഷം അവൾ ഭർത്താവിന് അഹിതയാകുമോ എന്നും ഓർത്ത് ആകുലനാകുന്നു. 42:10 കന്യകയായിരിക്കുമ്പോൾ അവൾ കളങ്കിതയും പിതൃഭവനത്തിൽ വെച്ച് ഗർഭിണിയുമാകുമോ എന്ന് ഭയപ്പെടുന്നു. ഭർത്തുമതിയെങ്കിൽ അവിശ്വസ്തതയോ വന്ധ്യയോ ആകുമോ എന്നും ശങ്കിക്കുന്നു. 42:11 ദുശാട്ടിക്കാരിയായ പുത്രിയെ കർശനമായി സൂക്ഷിക്കുക, അല്ലെങ്കിൽ അവൾ നിന്നെ ശത്രുക്കളുടെ പരിഹാസപാത്രവും നഗരത്തിൽ സംസാര വിഷയവും ജനമധ്യേ അപമാനിതനും ആക്കും. സമൂഹത്തിന് മുമ്പിൽ നിനക്ക് ലജ്ജിക്കേണ്ടി വരും. 42:12 ആരുടെയും ആകാരഭംഗി നോക്കിയിരിക്കരുത്, സ്ത്രീകളുടെ ഇടയിൽ ഇരിക്കുകയും അരുത്. 42:13 വസ്ത്രത്തിൽ നിന്ന് കീടങ്ങൾ എന്ന പോലെ സ്ത്രീയിൽ നിന്ന് ദുഷ്ടത വരുന്നു.
42:14 സ്ത്രീയുടെ നന്മയേക്കാൾ ഭേദമാണ് പുരുഷന്റെ ദുഷ്ടത. സ്ത്രീയാണ് ലജ്ജയും അപമാനവും വരുത്തുന്നത്. ഇനി 42-ാം അധ്യായത്തിൻ്റെ 3-ാം ഭാഗം പ്രപഞ്ചത്തിൽ ദൈവമഹത്വം എന്ന ശീർഷകത്തിൽ കീഴിൽ വരുന്ന ഭാഗമാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. അതാണ് അവസാനത്തെ ഭാഗം. അത് 42:15 വാക്യം മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ് പ്രപഞ്ചത്തിൽ ദൈവമഹത്വം എന്ന ആ ശീർഷകത്തിൽ കീഴിൽ വരുന്നത്. അത് നമുക്ക് പഠിക്കാം. 42:15 ഞാൻ ഇപ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തികളെ അനുസ്മരിക്കുകയും ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. അപ്പോൾ പ്രഭാഷക ഗ്രന്ഥകാരൻ ഇപ്പോൾ എന്താണ് അനുസ്മരിക്കുന്നത്? കർത്താവിൻ്റെ പ്രവൃത്തികളെയാണ് അനുസ്മരിക്കുന്നത്. ഇനി കർത്താവിൻ്റെ പ്രവൃത്തികൾ അനുസ്മരിക്കുന്നതിനോടൊപ്പം എന്താണ് ചെയ്യുന്നത്? കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യുമെന്ന് പ്രഭാഷക ഗ്രന്ഥകാരൻ പറയുകയാണ്. ഞാനിപ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തികളെ അനുസ്മരിക്കുകയും ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും. ഇനി കർത്താവിൻ്റെ പ്രവൃത്തികൾ ഏതുവഴിയാണ് നിർവഹിക്കപ്പെടുന്നത്? വചനം വഴി. അല്ലെങ്കിൽ വചനം വഴി നിർവഹിക്കപ്പെടുന്നത് എന്താണ്? കർത്താവിൻ്റെ പ്രവൃത്തികൾ. ആരുടെ പ്രവൃത്തികളാണ് വചനം വഴി നിർവഹിക്കപ്പെടുന്നത്? കർത്താവിൻ്റെ പ്രവൃത്തികൾ. കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. 42:15 ഞാനിപ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തികളെ അനുസ്മരിക്കുകയും ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. 42:16 സൂര്യൻ തൻ്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നു. കർത്താവിൻ്റെ മഹത്വം എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്താണ് തൻ്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നത്? സൂര്യൻ തൻ്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നു. സൂര്യൻ എന്തുകൊണ്ടാണ് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നത്? തൻ്റെ കിരണങ്ങൾ കൊണ്ട്. സൂര്യൻ തൻ്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നു. സൂര്യൻ തൻ്റെ കിരണങ്ങൾ കൊണ്ട് എന്തിനെയാണ് കടാക്ഷിക്കുന്നത്? എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നു. സൂര്യൻ തൻ്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നു. സൂര്യൻ തൻ്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും എന്താണ് ചെയ്യുന്നത്? കടാക്ഷിക്കുന്നു. സൂര്യൻ തൻ്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നു. കർത്താവിൻ്റെ മഹത്വം എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നു. ആരുടെ മഹത്വമാണ് എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നത്? കർത്താവിൻ്റെ മഹത്വം. കർത്താവിൻ്റെ മഹത്വം എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നു. കർത്താവിൻ്റെ മഹത്വം എവിടെയാണ് നിറഞ്ഞിരിക്കുന്നത്? എല്ലാ സൃഷ്ടികളിലും. കർത്താവിൻ്റെ മഹത്വം എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നു. കർത്താവിൻ്റെ മഹത്വം എല്ലാ സൃഷ്ടികളിലും എന്തായിരിക്കുന്നു? നിറഞ്ഞിരിക്കുന്നു. കർത്താവിൻ്റെ മഹത്വം എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നു. 42:16 സൂര്യൻ തൻ്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നു. കർത്താവിൻ്റെ മഹത്വം എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നു. 42:17 കർത്താവിൻ്റെ വിസ്മരണീയമായ പ്രവൃത്തികൾ അവിടുത്തെ വിശുദ്ധർക്ക് പോലും അവർണ്ണനീയമാണ്. പ്രപഞ്ചം മുഴുവൻ തൻ്റെ മഹത്വത്തിൽ നിലകൊള്ളാൻ വേണ്ടി സർവശക്തനായ കർത്താവ് സ്ഥാപിച്ചവയത്രേ അവ. അപ്പം ആരുടെ വിസ്മരണീയമായ പ്രവൃത്തികളാണ് വിശുദ്ധർക്ക് പോലും അവർണ്ണനീയമായത്? കർത്താവിൻ്റെ എന്ത് പ്രവൃത്തിയാണ് അവിടുത്തെ വിശുദ്ധർക്ക് പോലും അവർണ്ണനീയമായത്? വിസ്മരണീയമായ കർത്താവിൻ്റെ വിസ്മരണീയമായ പ്രവൃത്തികൾ അവിടുത്തെ വിശുദ്ധർക്ക് പോലും അവർണ്ണനീയമാണ്. കർത്താവിൻ്റെ വിസ്മരണീയമായ പ്രവൃത്തികൾ അവിടുത്തെ വിശുദ്ധർക്ക് പോലും അവർണ്ണനീയമാണ്. കർത്താവിൻ്റെ വിസ്മരണീയമായ എന്താണ് അവിടുത്തെ വിശുദ്ധർക്ക് പോലും അവർണ്ണനീയമായത്? പ്രവൃത്തികൾ. കർത്താവിൻ്റെ വിസ്മരണീയമായ പ്രവൃത്തികൾ അവിടുത്തെ വിശുദ്ധർക്ക് പോലും അവർണ്ണനീയമാണ്. കർത്താവിൻ്റെ വിസ്മരണീയമായ പ്രവൃത്തികൾ ആർക്കാണ് അവർണ്ണനീയമായത്? തൻ്റെ വിശുദ്ധർക്ക് പോലും. കർത്താവിൻ്റെ വിസ്മരണീയമായ പ്രവൃത്തികൾ അവിടുത്തെ വിശുദ്ധർക്ക് പോലും അവർണ്ണനീയമാണ്. കർത്താവിൻ്റെ വിസ്മരണീയമായ പ്രവൃത്തികൾ അവിടുത്തെ വിശുദ്ധർക്ക് പോലും എന്താണ്? അവർണ്ണനീയമാണ്. കർത്താവിൻ്റെ വിസ്മരണീയമായ പ്രവൃത്തികൾ അവിടുത്തെ വിശുദ്ധർക്ക് പോലും അവർണ്ണനീയമാണ്. എവിടെയാണ് തൻ്റെ മഹത്വത്തിൽ നിലകൊള്ളാൻ വേണ്ടി സർവശക്തനായ കർത്താവ് സ്ഥാപിച്ചത്? അവയൊക്കെ പ്രപഞ്ചം മുഴുവനും എന്ത് ചെയ്യാൻ വേണ്ടിയാണ് സർവശക്തനായ കർത്താവ് സ്ഥാപിച്ചത്? തൻ്റെ മഹത്വത്തിൽ നിലകൊള്ളാൻ വേണ്ടിയിട്ട് സ്ഥാപിച്ചവയാണ് ഇവിടെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം. അപ്പം 42:17 കർത്താവിൻ്റെ വിസ്മരണീയമായ പ്രവൃത്തികൾ അവിടുത്തെ വിശുദ്ധർക്ക് പോലും അവർണ്ണനീയമാണ്. പ്രപഞ്ചം മുഴുവൻ തൻ്റെ മഹത്വത്തിൽ നിലകൊള്ളാൻ വേണ്ടി സർവശക്തനായ കർത്താവ് സ്ഥാപിച്ചവയത്രേ അവ. 42:18 അവിടുന്ന് ആഴിയുടെ അഗാധത്തെയും മനുഷ്യഹൃദയങ്ങളെയും പരിശോധിച്ച് അവയുടെ നിഗൂഢതകൾ ഗ്രഹിക്കുന്നു. അറിയേണ്ടതെല്ലാം അവിടുന്ന് അറിയുന്നു. കാലത്തിൻ്റെ സൂചനകൾ അവിടുന്ന് നിരീക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പം അവിടുന്ന് എന്തൊക്കെ പരിശോധിച്ചാണ് നിഗൂഢതകൾ ഗ്രഹിക്കുന്നത്? അവിടുന്ന് ആഴിയുടെ അഗാധത്തെയും മനുഷ്യഹൃദയങ്ങളെയും പരിശോധിച്ച് അവയുടെ നിഗൂഢതകൾ ഗ്രഹിക്കുന്നു. അവിടുന്ന് ആഴിയുടെ എന്തിനാണ് പരിശോധിക്കുന്നത്? അഗാധത്തെ. അവിടുന്ന് ആഴിയുടെ അഗാധത്തെയും മനുഷ്യഹൃദയങ്ങളെയും പരിശോധിച്ച്
അവയുടെ നിഗൂഢതകൾ ഗ്രഹിക്കുന്നു. അവിടുന്ന് ആരുടെ അഗാധത്തെയും മനുഷ്യഹൃദയങ്ങളെ പരിശോധിച്ച് എന്താണ് ഗ്രഹിക്കുന്നത്? അവയുടെ നിഗൂഢതകൾ ഗ്രഹിക്കുന്നു. അവിടുന്ന് ആര്യയുടെ അഗാധത്തെയും മനുഷ്യഹൃദയങ്ങളെ പരിശോധിച്ച് അവയുടെ നിഗൂഢതകൾ ഗ്രഹിക്കുന്നു. അറിയേണ്ടതെല്ലാം അവിടുന്ന് അറിയുന്നു. എന്താണ് അവിടുന്ന് അറിയുന്നത്? അറിയേണ്ടതെല്ലാം അവിടുന്ന് അറിയുന്നു. അറിയേണ്ടതെല്ലാം എന്തു ചെയ്യുന്നു? അവിടുന്ന് അറിയുന്നു. അറിയേണ്ടതെല്ലാം അവിടുന്ന് അറിയുന്നു. കാലത്തിൻ്റെ സൂചനകൾ അവിടെ നിരീക്ഷിക്കുകയും ചെയ്യുന്നു. എന്താണ് അവിടെ നിരീക്ഷിക്കുകയും ചെയ്യുന്നത്? കാലത്തിൻ്റെ സൂചനകൾ. കാലത്തിൻ്റെ സൂചനകൾ അവിടുന്ന് നിരീക്ഷിക്കുകയും ചെയ്യുന്നു. കാലത്തിൻ്റെ സൂചനകൾ എന്താണ് അവിടുന്ന് ചെയ്യുന്നത്? നിരീക്ഷിക്കുന്നു. കാലത്തിൻ്റെ സൂചനകൾ അവിടെ നിരീക്ഷിക്കുകയും ചെയ്യുന്നു. 42:18 അവിടുന്ന് ആഴിയുടെ അഗാധത്തെയും മനുഷ്യഹൃദയങ്ങളെ പരിശോധിച്ച് അവയുടെ നിഗൂഢതകൾ ഗ്രഹിക്കുന്നു. അറിയേണ്ടതെല്ലാം അവിടുന്ന് അറിയുന്നു. കാലത്തിൻ്റെ സൂചനകൾ അവിടുന്ന് നിരീക്ഷിക്കുകയും ചെയ്യുന്നു. 42:19 ഭൂതവും ഭാവിയും അവിടുന്ന് പ്രഖ്യാപിക്കുന്നു. നിഗൂഢ രഹസ്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തുന്നു. അപ്പോൾ എന്നതൊക്കെയാണ് അവിടുന്ന് പ്രഖ്യാപിക്കുന്നത്? ഭൂതവും ഭാവിയും അവിടുന്ന് പ്രഖ്യാപിക്കുന്നു. ഭൂതവും ഭാവിയും അവിടുന്ന് പ്രഖ്യാപിക്കുന്നു. ഭൂതവും ഭാവിയും അവിടുന്ന് എന്ത് ചെയ്യുന്നു? പ്രഖ്യാപിക്കുന്നു. ഭൂതവും ഭാവിയും അവിടുന്ന് പ്രഖ്യാപിക്കുന്നു. പിന്നെ എന്താണ് അവിടുന്ന് വെളിപ്പെടുത്തുന്നത്? നിഗൂഢ രഹസ്യങ്ങൾ. നിഗൂഢ രഹസ്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തുന്നു. നിഗൂഢ രഹസ്യങ്ങൾ അവിടുന്ന് എന്ത് ചെയ്യുന്നു? വെളിപ്പെടുത്തുന്നു. അപ്പോൾ 42:19 ഭൂതവും ഭാവിയും അവിടുന്ന് പ്രഖ്യാപിക്കുന്നു. നിഗൂഢ രഹസ്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തുന്നു. 41:20 ഒരു ചിന്തയും അവിടത്തേക്ക് അജ്ഞാതമല്ല, ഒരു വാക്കും കർത്താവിന് മറിഞ്ഞിരിക്കുന്നില്ല. അപ്പോൾ 42:20 പറയുന്നത് ഒരു ചിന്തയും അജ്ഞാതമല്ലാത്ത ആർക്കാണ്? ദൈവത്തിന്. ഒരു ചിന്ത അവിടത്തേക്ക് എന്തല്ല? അജ്ഞാതമല്ല. അവിടത്തേക്ക് അജ്ഞാതമല്ലാത്ത എന്താണ്? ഒരു ചിന്തയും. ഒരു ചിന്തയും അവിടത്തേക്ക് അജ്ഞാതമല്ല. പിന്നെ എന്താണ് കർത്താവിന് മറിഞ്ഞിരിക്കുന്നില്ലാത്തത്? ഒരു വാക്കും. ഒരു വാക്കും ആർക്കാണ് മറിഞ്ഞിരിക്കുന്നില്ലാത്ത? കർത്താവിന്. ഒരു വാക്കും കർത്താവിന് മറിഞ്ഞിരിക്കുന്നില്ല. ഒരു വാക്കും കർത്താവിന് മറിഞ്ഞിരിക്കുന്നില്ല. ഒരു വാക്കും കർത്താവിന് എന്തില്ല? മറിഞ്ഞിരിക്കുന്നില്ല. അപ്പം 42:20 ഒരു ചിന്തയും അവിടത്തേക്ക് അജ്ഞാതമല്ല, ഒരു വാക്കും കർത്താവിന് മറിഞ്ഞിരിക്കുന്നില്ല. 42:20 അവിടുത്തെ ജ്ഞാനത്തിൻ്റെ മഹിമകൾ അവിടുന്ന് ക്രമീകരിച്ചിരിക്കുന്നു. അവിടുന്ന് അനാദി മുതൽ അനന്തത വരെ സ്ഥിതി ചെയ്യുന്നു. ഒന്നും കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കുന്നില്ല. അവിടത്തേക്ക് ഉപദേശകരെയും ആവശ്യമില്ല. അപ്പം അവിടത്തേക്ക് അവിടുന്ന് ക്രമീകരിച്ചിരിക്കുന്നത് എന്താണ്? അവിടുത്തെ ജ്ഞാനത്തിൻ്റെ മഹിമകളാണ് അവിടുന്ന് ക്രമീകരിച്ചിരിക്കുന്നത്. അവിടുത്തെ ജ്ഞാനത്തിൻ്റെ മഹിമകൾ അവിടുന്ന് ക്രമീകരിച്ചിരിക്കുന്നു. അവിടുത്തെ ജ്ഞാനത്തിൻ്റെ മഹിമകൾ എന്ത് ചെയ്തിരിക്കുന്നു? അവിടുന്ന് ക്രമീകരിച്ചിരിക്കുന്നു. അവിടുത്തെ ജ്ഞാനത്തിൻ്റെ മഹിമകൾ അവിടുന്ന് ക്രമീകരിച്ചിരിക്കുന്നു. ഇനി അനാദി മുതൽ അനന്തര സ്ഥിതി ചെയ്യുന്ന ആരാണ്? കർത്താവ്, അല്ലെങ്കിൽ അവിടുന്ന്. അവിടുന്ന് എങ്ങനെ സ്ഥിതി ചെയ്യുന്നു? അനാദി മുതൽ അനന്തത വരെ സ്ഥിതി ചെയ്യുന്നു. അപ്പം അവിടുന്ന് അനാദി മുതൽ അനന്തത വരെ സ്ഥിതി ചെയ്യുന്നു. ഒന്നും കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കില്ല. എന്തിനു സാധിക്കില്ല? ഒന്നും കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കില്ല. പിന്നെ അവിടത്തേക്ക് ആരെ ആവശ്യമില്ല? ഉപദേശകരെ ആവശ്യമില്ല. അവിടത്തേക്ക് ഉപദേശകരെ ആവശ്യമില്ല. അവിടത്തേക്ക് ഉപദേശകരെയും ആവശ്യമില്ല. 42:21 അവിടുന്ന് ജ്ഞാനത്തിൻ്റെ മഹിമകൾ അവിടുത്തെ ജ്ഞാനത്തിൻ്റെ മഹിമകൾ അവിടുന്ന് ക്രമീകരിച്ചിരിക്കുന്നു. അവിടുന്ന് അനാദി മുതൽ അനന്തത വരെ സ്ഥിതി ചെയ്യുന്നു. ഒന്നും കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കുകയില്ല. അവിടത്തേക്ക് ഉപദേശകരെയും ആവശ്യമില്ല. 42:22 അവിടുത്തെ പ്രവൃത്തികൾ എത്ര അഭികാമ്യം, അവ കാഴ്ചയ്ക്ക് എത്ര ദീപ്തമാണ്. അപ്പോൾ അവിടുത്തെ പ്രവൃത്തികൾ എന്താണ്? അഭികാമ്യമാണ്. അവിടുത്തെ പ്രവൃത്തികൾ എത്ര അഭികാമ്യം. പിന്നെ അവ കാഴ്ചയ്ക്ക് എന്താണ്? എത്ര ദീപ്തമാണ്. ദീപ്തമായത് എന്താണ്? അവ കാഴ്ചയ്ക്കാണ് എത്ര ദീപ്തമായത്. അപ്പം 41:22 അവിടുത്തെ പ്രവൃത്തികൾ എത്ര അഭികാമ്യം, അവ കാഴ്ചയ്ക്ക് എത്ര ദീപ്തമാണ്. 42:23 അവയെല്ലാം എന്നേക്കും ജീവിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നു. സ്വധർമ്മത്തോട് വിശ്വസ്തത പുലർത്തുന്നു. അപ്പോൾ അവയെല്ലാം എന്താണ് ചെയ്യുന്നത്? എന്നേക്കും ജീവിക്കുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? എന്നേക്കും നിലനിൽക്കുന്നു. പിന്നെ സ്വധർമ്മത്തോട് എന്താണ് ചെയ്യുന്നത്? എന്താണ് പുലർത്തുന്നത്? വിശ്വസ്തത പുലർത്തുന്നു. സ്വധർമ്മത്തോട് വിശ്വസ്തത പുലർത്തുന്നു. എന്തിനോടാണ് വിശ്വസ്തത പുലർത്തുന്നത്? സ്വധർമ്മത്തോട് വിശ്വസ്തത പുലർത്തുന്നു. സ്വധർമ്മത്തോട് വിശ്വസ്തത പുലർത്തുന്നു. 42:23 അവയെല്ലാം എന്നേക്കും ജീവിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നു. സ്വധർമ്മത്തോട് വിശ്വസ്തത പുലർത്തുന്നു. 42:24 എല്ലാ വസ്തുക്കളും ജോഡികളായി ദ്വന്ദ്വങ്ങളായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഒന്നും അപൂർണമല്ല. അപ്പോൾ എല്ലാ വസ്തുക്കളും എങ്ങനെയൊക്കെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? ജോഡികളായിട്ടാണ്, ദ്വന്ദ്വങ്ങളായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്നും എന്തല്ല? ഒന്നും അപൂർണമല്ല. എല്ലാ വസ്തുക്കളും ജോഡികളായി ദ്വന്ദ്വങ്ങളായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഒന്നും അപൂർണമല്ല. 42:24 എല്ലാ വസ്തുക്കളും ജോഡികളായി ദ്വന്ദ്വങ്ങളായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഒന്നും അപൂർണമല്ല.
42:25 ഒന്ന് മറ്റൊന്നിന് പൂരകമാണ്. അവിടുത്തെ മഹത്വം ദർശിച്ച് ആർക്കെങ്കിലും മതി വരുമോ? അപ്പം ഒന്ന് മറ്റൊന്നിനോട് എന്താണ്? പൂരകമാണ്. ഒന്ന് മറ്റൊന്നിന് പൂരകമാണ്. പിന്നെ ആർക്കാണ് എന്ത് കണ്ടാണ്, എന്ത് ദർശിച്ചാണ് ആർക്കെങ്കിലും മതി വരുമോ എന്ന് പ്രഭാഷകൻ ചോദിക്കുന്നത്? അവിടുത്തെ മഹത്വം ദർശിച്ച് ആർക്കെങ്കിലും മതി വരുമോ? അപ്പം എന്ത് ദർശിച്ചാണ്? അവിടുത്തെ മഹത്വം ദർശിച്ച് ആർക്കെങ്കിലും മതി വരുമോ? 42:25 ഒന്ന് മറ്റൊന്നിന് പൂരകമാണ്. അവിടുത്തെ മഹത്വം ദർശിച്ച് ആർക്കെങ്കിലും മതി വരുമോ? നമുക്കപ്പോൾ 15 മുതലുള്ള ഭാഗങ്ങൾ നമുക്ക് ഒന്നും കൂടി ഇത് വായിക്കാം. പ്രപഞ്ചത്തെ ദൈവമഹത്വം. 42:15 ഞാനിപ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തികളെ അനുസ്മരിക്കുകയും ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. 42:16 സൂര്യൻ തൻ്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നു. കർത്താവിൻ്റെ മഹത്വം എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നു. 42:17 കർത്താവിൻ്റെ വിസ്മരണീയമായ പ്രവൃത്തികൾ അവിടുത്തെ വിശുദ്ധർക്ക് പോലും അവർണ്ണനീയമാണ്. പ്രപഞ്ചം മുഴുവൻ തൻ്റെ മഹത്വത്തിൽ നിലകൊള്ളാൻ വേണ്ടി സർവശക്തനായ കർത്താവ് സ്ഥാപിച്ചവയത്രേ അവ. 42:18 അവിടുന്ന് ആഴിയുടെ അഗാധത്തെയും മനുഷ്യഹൃദയങ്ങളെ പരിശോധിച്ച് അവയുടെ നിഗൂഢതകൾ ഗ്രഹിക്കുന്നു. അറിയേണ്ടതെല്ലാം അവിടുന്ന് അറിയുന്നു. കാലത്തിൻ്റെ സൂചനകൾ അവിടുന്ന് നിരീക്ഷിക്കുകയും ചെയ്യുന്നു. 42:19 ഭൂതവും ഭാവിയും അവിടുന്ന് പ്രഖ്യാപിക്കുന്നു. നിഗൂഢ രഹസ്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തുന്നു. 42:20 ഒരു ചിന്തയും അവിടുത്തേക്ക് അജ്ഞാതമല്ല, ഒരു വാക്കും കർത്താവിന് മറിഞ്ഞിരിക്കുന്നില്ല. 42:21 അവിടുത്തെ മഹത്വത്തിൻ്റെ മഹിമകൾ അവിടുന്ന് ക്രമീകരിച്ചിരിക്കുന്നു. അവിടുന്ന് അനാദി മുതൽ അനന്തത വരെ സ്ഥിതി ചെയ്യുന്നു. ഒന്നും കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കുകയില്ല. അവിടത്തേക്ക് ഉപദേശകരെയും ആവശ്യമില്ല. 42:22 അവിടുത്തെ പ്രവൃത്തികൾ എത്ര അഭികാമ്യം, അവ കാഴ്ചയ്ക്ക് എത്ര ദീപ്തമാണ്. 42:23 അവയെല്ലാം എന്നേക്ക് ജീവിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നു. സ്വധർമ്മത്തോട് വിശ്വസ്തത പുലർത്തുന്നു. 42:24 എല്ലാ വസ്തുക്കളും ജോഡികളായി ദ്വന്ദ്ങ്ങളായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഒന്നും അപൂർണമല്ല. 42:25 ഒന്ന് മറ്റൊന്നിന് പൂരകമാണ്. അവിടുത്തെ മഹത്വം ദർശിച്ച് ആർക്കെങ്കിലും മതി വരുമോ? ഇനി ഇതുവരെയുള്ള ഭാഗങ്ങൾ 1 മുതലുള്ള ഭാഗങ്ങൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് വായിച്ച് ഹൃദയസ്ഥമാക്കാം. 42:1 താഴെ പറയുന്ന കാര്യങ്ങളിൽ നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയോ അരുത്. 42:2 അത്യുന്നതന്റെ നിയമം, അവിടുത്തെ ഉടമ്പടി, അപരാധനെ കുറ്റം വിധിക്കുക. 42:3 പങ്കാളിയും സഹയാത്രികനുമായി കണക്ക് തീർക്കുക, സ്നേഹിതരുടെ പിതൃസ്വത്ത് വിഭജിക്കുക. 42:4 കൂടുതലോ കുറവോ വരാതെ അളവിലും തൂക്കത്തിലും സൂക്ഷ്മത കാണിക്കുക. 42:5 കച്ചവടത്തിൽ ലാഭം നേടുക, കുട്ടികൾക്ക് നല്ല ശിക്ഷണം നൽകുക, ദുഷ്ടനായ ദാസന് തക്ക ശിക്ഷ കൊടുക്കുക. ഇവയൊന്നിലും നീ ലജ്ജിക്കേണ്ട. 42:6 അവിശ്വസ്തയായ ഭാര്യയെ നിലക്ക് നിർത്തുന്നതും നന്ന്, അനേകർ ഉള്ളെടുത്ത് സാധനങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്നതും നന്ന്. 42:7 എല്ലാ ഇടപാടുകളിലും കണക്ക് വയ്ക്കണം, ക്രയവിക്രയങ്ങളിൽ രേഖ സൂക്ഷിക്കണം. 42:8 അജ്ഞനെയോ വിഡ്ഢിയെയോ ചെറുപ്പക്കാരനുമായി ഷണ്ഠ കൂടുന്ന വൃദ്ധനെയോ ഉപദേശിക്കുന്നതിൽ ലജ്ജിക്കേണ്ട. അപ്പോൾ നീ അറിവുള്ളവനാണെന്ന് വ്യക്തമാവുകയും എല്ലാവരും നിന്നെ അംഗീകരിക്കുകയും ചെയ്യും. 42:9 മകൾ സ്വയം അറിയാതെ തന്നെ പിതാവിനെ ജാഗരൂകതയുള്ളവനാക്കുന്നു. അവളെക്കുറിച്ചുള്ള വിചാരം അവൻ്റെ നിദ്ര അപഹരിച്ചു കളയുന്നു. യൗവനത്തിൽ അവൾ വിവാഹിതയാകുമോ എന്നും വിവാഹത്തിന് ശേഷം അവൾ ഭർത്താവിന് അഹിതയാകുമോ എന്നും ഓർത്ത് ആകുലനാകുന്നു. 42:10 കന്യകയായിരിക്കുമ്പോൾ അവൾ കളങ്കിതയും പിതൃഭവനത്തിൽ വെച്ച് ഗർഭിണിയുമാകുമോ എന്ന് ഭയപ്പെടുന്നു. ഭർത്തമതിയെങ്കിൽ അവിശ്വസ്തതയോ വന്ധിയോ ആകുമോ എന്നും ശങ്കിക്കുന്നു. 42:11 ദുശാട്ടിക്കാരിയായ പുത്രിയെ കർശനമായി സൂക്ഷിക്കുക, അല്ലെങ്കിൽ അവൾ നിന്നെ ശത്രുക്കളുടെ പരിഹാസപാത്രവും നഗരത്തിൽ സംസാര വിഷയവും ജനമധ്യേ അപമാനിതനും ആക്കും. സമൂഹത്തിന് മുമ്പിൽ നിനക്ക് ലജ്ജിക്കേണ്ടി വരും. 42:12 ആരുടെയും ആകാരഭംഗി നോക്കിയിരിക്കരുത്, സ്ത്രീകളുടെ ഇടയിൽ ഇരിക്കുകയും വരുത്. 42:13 വസ്ത്രത്തിൽ നിന്ന് കീടങ്ങൾ എന്ന പോലെ സ്ത്രീയിൽ നിന്ന് ദുഷ്ടത വരുന്നു. 42:14 സ്ത്രീയുടെ നന്മയേക്കാൾ ഭേദമാണ് പുരുഷന്റെ ദുഷ്ടത, സ്ത്രീയാണ് ലജ്ജയും അപമാനവും വരുത്തുന്നത്. 42:15 ഞാനിപ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തികളെ അനുസ്മരിക്കുകയും ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. 42:16 സൂര്യൻ തൻ്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നു. കർത്താവിൻ്റെ മഹത്വം എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നു. 42:17 കർത്താവിൻ്റെ വിസ്മരണീയമായ പ്രവൃത്തികൾ അവിടുത്തെ വിശുദ്ധർക്ക് പോലും അവർണ്ണനീയമാണ്. പ്രപഞ്ചം മുഴുവൻ തൻ്റെ മഹത്വത്തിൽ നിലകൊള്ളാൻ വേണ്ടി സർവശക്തനായ കർത്താവ് സ്ഥാപിച്ചവയത്രേ അവ.
42:18 അവിടുന്ന് ആഴിയുടെ അഗാധത്തെയും മനുഷ്യഹൃദയങ്ങളെ പരിശോധിച്ച് അവയുടെ നിഗൂഢതകൾ ഗ്രഹിക്കുന്നു. അറിയേണ്ടതെല്ലാം അവിടുന്ന് അറിയുന്നു. കാലത്തിന്റെ സൂചനകൾ അവിടുന്ന് നിരീക്ഷിക്കുകയും ചെയ്യുന്നു. 42:19 ഭൂതവും ഭാവിയും അവിടുന്ന് പ്രഖ്യാപിക്കുന്നു. നിഗൂഢ രഹസ്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തുന്നു. 42:20 ഒരു ചിന്തയും അവിടത്തേക്ക് അജ്ഞാതമല്ല, ഒരു വാക്കും കർത്താവിന് മറിഞ്ഞിരിക്കുന്നില്ല. 42:21 അവിടുത്തെ മുഖത്തിന്റെ മഹിമകൾ അവിടുന്ന് ക്രമീകരിച്ചിരിക്കുന്നു. അവിടുന്ന് അനാദി മുതൽ അനന്തത വരെ സ്ഥിതി ചെയ്യുന്നു. ഒന്നും കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കുകയില്ല. അവിടത്തേക്ക് ഉപദേശകരെയും ആവശ്യമില്ല. 42:22 അവിടുത്തെ പ്രവൃത്തികൾ എത്ര അഭികാമ്യം, അവ കാഴ്ചയ്ക്ക് എത്ര ദീപ്തമാണ്. 42:23 അവയെല്ലാം എന്നേക്ക് ജീവിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നു. സ്വധർമ്മത്തോട് വിശ്വസ്തത പുലർത്തുന്നു. 42:24 എല്ലാ വസ്തുക്കളും ജോഡികളായി ദ്വന്ദ്ങ്ങളായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, ഒന്നും അപൂർണമല്ല. 42:25 ഒന്ന് മറ്റൊന്നിന് പൂരകമാണ്. അവിടുത്തെ മഹത്വം ദർശിച്ച് ആർക്കെങ്കിലും മതി വരുമോ? അപ്പോൾ ഇത്രയാണ് 42-ാം അധ്യായം എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും ഭാഗം ഒന്നുകൂടി വായിച്ച് ഹൃദയസ്ഥമാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്ദി.